ഫ്രണ്ട്സ്, ഐമാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ മുൻ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. 2016 വന്ന ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കർണരേഖ മെട്രിക്സിൻ്റെ, അതായത് ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രതിലോമം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതൊരു ഡയഗണലിനെയാണോ, സിമെട്രിക് ആണോ, സ്ക്യൂ സിമെട്രിക് ആണോ, ഹെർമിഷ്യൻ ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡയഗണൽ ആണ്. അതായത് ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഇൻവേഴ്സും എന്ത് തന്നെയായിരിക്കും? ഡയഗണൽ തന്നെയായിരിക്കും. ഓക്കെ. 32ാമത്തെ ക്വസ്റ്റ്യൻ. എ എന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയാൽ എ ഇൻവേഴ്സ് നിലനിൽക്കാനുള്ള നിബന്ധന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതിലേതാ വരിക? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 33ാമത്തെ ക്വസ്റ്റ്യൻ. എ ഒരു സിമെട്രിക് മെട്രിക്സ് ആയാൽ ഏതൊരു n ബിലോങ്സ് ടു n എടുത്താലും a റൈസ് ടു n എന്നത് എന്തായിരിക്കും? 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. സ്ക്യൂ സിമെട്രിക് ആണോ, സിമെട്രിക് ആണോ, ഡയഗണൽ ആണോ, ഹെർമിഷ്യൻ ആണോ? ഏതാണ്? എ ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ a റൈസ് ടു n എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സിമെട്രിക് ആയിരിക്കും അല്ലേ? നമ്മൾ പാഠഭാഗം എടുത്തിരുന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരി? എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ്, അല്ലെങ്കിൽ ഇവയൊന്നുമല്ല. ഏതാ ശരി? എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ആണ്. ഓക്കെ. അപ്പോൾ ഏത് ഓപ്ഷൻ അവിടെ ശരി വന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി. ഓക്കെ. 35ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഐഗൺ വിലകളുടെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈഗൺ വാല്യൂസിന്റെ സം ഓഫ് ഈഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. അതായത് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 2, 3, 4, 1. ഇതിന്റെ സം ആയിരിക്കും എന്ത്? ഈഗൺ വാല്യൂസിന്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? 2 + 3 + 4 + 1 = 10. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സം ഓഫ് ഈഗൺ വാല്യൂസ് = ട്രേസ് അല്ലേ? അത് വെച്ചിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. A = മെട്രിക്സ് 1, 4, 2, 3 ആയാൽ a⁵ 5 - 4 a⁴ - 7 a³ + 11 a² - a - 10 യുടെ വില എത്രയാണ്? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് എ എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അറിയാം. എങ്ങനെ കണ്ടുപിടിക്കുക? λ² - ട്രേസ് ഓഫ് എ ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഐ, അങ്ങനെയല്ല നമ്മൾ കണ്ടുപിടിക്കാറ്. ഇവിടെ ട്രേസ് എന്ന് പറയുന്നത് എന്ത് വരും? ഈ ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 1 + 3. അപ്പോൾ എന്ത് കിട്ടി? 4. ഇനി ഇതിൻ്റെ ഡിറ്റർമിനന്റ് എന്ത് വരും? 1 × 3 3 - 2 × 4 8. 3 - 8 എന്ന് പറയുന്നത് -5 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി നമുക്ക് ബൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം വെച്ചിട്ട് എന്ത് പറയാം? ഏതൊരു സ്ക്വയർ മെട്രിക്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം നമുക്ക് ഈ ലാംഡ കാണുന്നിടത്ത് പകരം ഈ മെട്രിക്സ് എ എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? a² - 4a - 5i = 0. ഓക്കെ. അതിന് ഞാനിവിടെ ഒരു ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷനെ ഞാൻ p(x) എന്നും ഇതിനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിനെ ഞാൻ q(x) എന്നും എടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ a കാണുന്നിടത്തൊക്കെ x ഇട്ട് കൊടുത്തത് എന്തായി മാറും? x⁵ 5 - 4x⁴ - 7x³ + 11x² - x - 10 ആവും. ഇവിടെ a കാണുന്നിടത്ത് x ഇട്ട് കൊടുത്തത് എന്തായി മാറും? q(x) = x² - 4x - 5 എന്നാവും. ഓക്കെ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ p(x)നെ q(x) കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ p(x)നെ ഞാൻ ഇങ്ങനെ എഴുതി, q(x) കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റി? പോളിനോമിയൽ ഡിവിഷൻ എങ്ങനെ ചെയ്യാം? നമുക്ക് ഇവിടെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് x⁵ ആണ്. അപ്പോൾ x⁵ കിട്ടണമെങ്കിൽ ഇതിൽ താഴെ ഏതാ? x². ഈ x²നെ എന്ത് ചെയ്താലാണ് x⁵ കിട്ടുക? x²നെ x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുക? x⁵ കിട്ടുക. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക? x³. ഓക്കെ. അതിനുശേഷം ഈ x³ കൊണ്ട് ഈ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ആ ആൻസർ താഴെ എഴുതുക. ഓക്കെ. അപ്പോൾ x³ × x² എന്ന് പറയുന്നത് x⁵. x³ × -4x എന്ന് പറയുന്നത് -x⁴. പിന്നെ x³ × -5 എന്ന് പറയുന്നത് -5x³. മനസ്സിലായില്ലേ? ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ x⁵ - x⁵ ക്യാൻസലായി പോയി. ഇതെന്ത് സംഭവിക്കും? ഇതും ക്യാൻസലായി പോവും. ബാക്കി -7x³ - -5x³ ആകുമ്പോൾ എന്ത് വരും?
-2x³ എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് ചെയ്തപ്പോൾ ഇതാണ് ഇത്രയാണ് കിട്ടിയത്. ഇനി ബാക്കിയുള്ള ടേമും കൂടി നമ്മളിവിടെ ഇറക്കിയിട്ടു. ഇനി അടുത്തത് നോക്കേണ്ടത് ഈ ടേം കിട്ടാൻ ഇതിലാദ്യത്തെ ടേമിന് എന്ത് ചെയ്യണം? നമുക്കിവിടെ -2x³ ആണ്. x² എന്ത് ചെയ്താലാണ് -2x³ കിട്ടുക? ഒരു -2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ എന്താ -2x. ഇനി എന്താ ചെയ്യണ്ടേ? ഈ -2x കൊണ്ട് ഇതിനെല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തിൻ്റെ താഴെ എഴുതുക. ഓക്കെ, -2x × x² എന്ന് പറയുന്നത് എന്താ കിട്ടുക? -2x³. ഇനി -2x × -4x എന്ത് വരും? +8x². ഇനി -2x × -5 എന്ന് പറയുന്നത് +10x. വീണ്ടും എന്ത് ചെയ്യുക? ഇത് രണ്ടും ക്യാൻസലായി പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ വീണ്ടും മൈനസ് ചെയ്യുക. ഇത് രണ്ടും പോയി. 11x² നിന്ന് 8x² മൈനസ് ചെയ്താൽ 3x² കിട്ടും. -xൽ നിന്ന് -10x മൈനസ് ചെയ്താൽ എന്താ? ഒരു -11x കിട്ടും. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ എന്താണുള്ളത്? ഒരു -10 ആണ്. അതും കൂടി നമ്മളിവിടെ ഇറക്കി എഴുതി. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. അതായത് 3x² കിട്ടാൻ x² എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ 3 ഇട്ടു. ഇനി എന്താ ചെയ്യണ്ടേ? ഈ 3 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3 × x², 3x². 3 × -4x, -12x. 3 × -5, -15. വീണ്ടും മൈനസ് ചെയ്യുക. 3x² - 3x² 0 ആയി പോയി. -11x -12x ചെയ്യുമ്പോൾ എന്ത് വരും? x എന്ന് കിട്ടും. -10 -15 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 5. അപ്പോൾ ആൻസർ എന്ത് കിട്ടി നമുക്ക്? x + 5. റിമൈൻഡർ x + 5 ആയിട്ട് കിട്ടി. ഓക്കെ, അതായത് ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണാം, അതിനോട് ഇത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പോളിനോമിയൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ x കാണുന്നോടത്തൊക്കെ എന്തിട്ട് കൊടുക്കുക? a ഇട്ട് കൊടുക്കുക. a ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. a ഇട്ട് കൊടുക്കുമ്പോൾ p(x) എന്താവും? p(a) ആവും. അപ്പോൾ അതായത് a⁵ - 4 a⁴ - 7 a³ + 11 a² - a -10 ആയി. ഇതെന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു നമ്മൾ? a² - 4a - 5i × a³ - 2a + 3i + a + 5i. ഇതിൽ നമുക്ക് 1 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മളൊരു ഇക്വേഷന്? അത് പ്രകാരം നമുക്കറിയാം a² - 4a - 5i എന്ന് പറയുന്നത് 0 ആണെന്നറിയാം. അതായത് ഈ ടേം കംപ്ലീറ്റ് എന്തായി? 0. ബാക്കി എന്ത് മാത്രമേ ഇതിൽ വരുള്ളൂ? a + 5i മാത്രം. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും? a + 5i. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, 37ാമത്തെ ക്വസ്റ്റ്യൻ. a എന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. കൂടാതെ a² = a യുമാണ് എങ്കിൽ ഡിറ്റർമിനന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. a² = a ആണെങ്കിൽ അത് എന്ത് തരം മെട്രിക്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണ്. എന്ത്? a² = a. ഒരു ഐഡംപൊട്ടന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0യോ അല്ലെങ്കിൽ 1ഓ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഡിറ്റർമിനന്റ് a = 0 or 1 എന്ന് പറയാം. ഓക്കെ, 38ാമത്തെ ചോദ്യം. 5/75 വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് രീതിക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. 5/75 നമുക്ക് എങ്ങനെ എഴുതാം? 5/3 × 25 എന്ന് എഴുതാം. ഇതിൽ GCD of 3ഉം 25ഉം 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 5/3 × 25നെ 5/5² എന്ന് എഴുതാം. ഓക്കെ, 5/3 എന്ന് പറഞ്ഞാൽ 3 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? 3 - 1 എന്നും. 5/5² നമുക്ക് എങ്ങനെ എഴുതാം? 5² - 5 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ എന്തായിട്ട് കിട്ടി? 2 × 20 which is equal to 40. അതായത് ഏതാ ശരിയ? ഓപ്ഷൻ ഡി ആണ് ശരി. ഓക്കെ, ഇതിൽ തിയറി പാർട്ടിലൊക്കെ ഇത് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ തിയറി പാട്ടൊന്ന് നോക്കുക കേട്ടോ. 39ാമത്തെ ക്വസ്റ്റ്യൻ. എയും ബിയും എണ്ണൽ സംഖ്യകളാണ്. a² - b² എന്നത് ഒരു അഭാജ്യ സംഖ്യ, അതായത് പ്രൈം നമ്പർ ആണ് എങ്കിൽ a² - b² എന്ന് പറയുന്നത് ഇതിൽ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് a + b ആണ് കേട്ടോ. അത് നോക്കി വെച്ചോളൂ. ഇനി നമുക്ക് 2022 ക്വസ്റ്റ്യൻസ് നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ. 37⁻41ന്റെ അവസാനത്തെ രണ്ടക്കങ്ങൾ ഏവ? 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിയായ ആൻസർ എന്ന് പറയുന്നത് 37 തന്നെയാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 37⁻41ന്റെ അവസാനത്തെ രണ്ടക്കങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 37⁻41നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് ഓയിലേഴ്സ് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് GCD of 37 and 100 എന്ന് പറയുന്നത് 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 37ഉം 100ൻ്റെയും GCD എന്ന് പറയുന്നത് 1 ആണ്. അതായത് രണ്ടിനും കോമൺ ആയിട്ട് ഡിവൈസേഴ്സ് ഒന്നുമില്ല. അടുത്തത് 5/100 ആണ് കണ്ടുപിടിക്കുന്നത്. 5/100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
4 × 25 എന്ന് ചെയ്യാം. 4 × 25 GCD 1 ആയതുകൊണ്ട് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 5 of 4-നെ 5 of 2 square എന്നും 5 of 25-നെ 5 of 5 square എന്ന് എഴുതാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 2 square - 2 ആണ്. 5 square എന്ന് പറഞ്ഞാൽ 5 square - 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 × 20 അതായത് 40 എന്ന് ആൻസർ കിട്ടും. ഓയിലേഴ്സ് തിയറം പ്രകാരം നമുക്ക് ഇതിനെങ്ങനെ കണ്ടുപിടിക്കാം? 37 raised to 5 of 100 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 1 mod 100 ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ 37 5 of 100 എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ 37 raised to 40 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 1 mod 100 ആയിരിക്കും. നമുക്ക് ആവശ്യം 37 raised to 41 ആണ്. അപ്പോൾ ഈ 37 raised to 40-നെ 37 raised to 41 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു 37 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതേ 37 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 37 raised to 41 കോൺഗ്രുവൻറ്റ് ടു 37 mod 100. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 37 ആയിരിക്കും. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 100 ഫാക്ടോറിയൽ എന്ന സംഖ്യയുടെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ അതായത് ടെർമിനേറ്റിംഗ് സീറോസിൻ്റെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ 24 ആണ്. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് നോക്കാം. നമുക്ക് n ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുക ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ് ഇത്. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ n/5 raised to 1 പ്ലസ് n/5 സ്ക്വയർ പ്ലസ് n/5³ പ്ലസ് എപ്പോഴാണോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0 ആയി വരുന്നത് അവിടെ വരെയാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന n എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100/5 raised to 1 പ്ലസ് 100/5 സ്ക്വയർ. ഇനി 100/5³ ആവശ്യമില്ല, കാരണം 100/5³ എന്ന് പറഞ്ഞാൽ 100/125 ആണ്. അത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ അത് 0 ആയി വരും. അപ്പോൾ അവിടെ തൊട്ട് നമുക്ക് ഇനി ആവശ്യമില്ല. എവിടെ വരെ ആവശ്യമുള്ള 5 സ്ക്വയറിൻ്റെ വരെ ചെയ്യാനേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 100/5 പ്ലസ് 100/25 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണേ, മറക്കരുത്. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇത് 20 വരും, ഇത് 4 വരും. അതായത് 20 + 4 ആൻസർ 24 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 30ാമത്തെ ചോദ്യം. 6k ± 1 രൂപത്തിലല്ലാത്ത അഭാജ്യ സംഖ്യ ഏതാണെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇതൊന്നുമല്ല, കാരണം എല്ലാ അഭാജ്യ സംഖ്യകളെയും നമുക്ക് 6k ± 1 രൂപത്തിൽ എഴുതാം. ഏതിനൊക്കെ പറ്റാത്തത്? 2-നെയും 3-നെയും മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റാത്തതുള്ളൂ. ബാക്കിയുള്ള എല്ലാ അഭാജ്യ സംഖ്യകളെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6k ± 1 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇവയൊന്നുമല്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. AB എന്ന സംഖ്യകളുടെ ലസാഗു 6. ലസാഗു എന്ന് പറഞ്ഞാൽ LCM. ഉസാഗ 2. ഉസാഗ എന്ന് പറഞ്ഞാൽ HCF അല്ലെങ്കിൽ GCD ആണെങ്കിൽ A + Bയുടെ സാധ്യമായ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് LCM × HCF = A × B. അതായത് എയും ബിയും 2 സംഖ്യകളാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ LCM-ത്തിൻ്റെയും HCF-ൻ്റെയും പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ LCM 6 ആണ്, HCF 2 ആണ്. അപ്പോൾ 6 × 2 എന്ന് പറയുന്നത് എന്താ? 12. അതായത് 2 സംഖ്യകളുടെ പ്രൊഡക്റ്റ് 12 ആണ്. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റിയ 2 സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? അപ്പം സാധ്യമായ സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ 1ഉം 12 എടുക്കാം, അല്ലെങ്കിൽ 2ഉം 6 എടുക്കാം, അല്ലെങ്കിൽ 3ഉം 4 എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എടുക്കുന്ന 2 സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 6 ആയിരിക്കണം, GCD എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അങ്ങനെ LCM-ഉം GCD-യും 6ഉം 2ഉം വരുന്ന സംഖ്യകൾ ഏത് മാത്രമേ വരുന്നുള്ളൂ? 2ഉം 6ഉം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? A + B എന്ന് പറയുന്നത് 2 + 6 ആണ്. അതായത് എന്ത് വരും? 8. ഓക്കെ, ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ. 2021 സെപ്റ്റംബർ 1 ബുധനാഴ്ച ആണെങ്കിൽ 2022 സെപ്റ്റംബർ 30 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2021 സെപ്റ്റംബർ 1 മുതൽ 2022 സെപ്റ്റംബർ 30 വരെ എത്ര ദിവസം ഉണ്ടായിരിക്കും? 365 + 30 ദിവസങ്ങളുണ്ടായിരിക്കും. അതായത് 395 ദിവസങ്ങളുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 395-ൽ നിന്ന് 1 കുറയ്ക്കും. അപ്പോൾ ബാക്കി എത്ര? 394. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 56 ആഴ്ചകൾ വരുന്നുണ്ട്. ഓക്കെ, 56 ആഴ്ചകളും 2 ദിവസമാണ് വരുന്നത്. അപ്പോൾ 56 ആഴ്ചകളും 2 ദിവസം എന്ന് പറയുമ്പോൾ ബുധനല്ലേ ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ബുധൻ കഴിഞ്ഞ് 2 ദിവസം കൂട്ടുക. ബുധൻ കഴിഞ്ഞ് വ്യാഴം, വെള്ളി. അപ്പോൾ ആൻസർ എന്ത് വരും? വെള്ളി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 33ാമത്തെയാണ്. മെട്രിക്സ് A = 1 2 3 4 5 6. മെട്രിക്സ് B = 9 8 9 10 11 12 ആയാൽ ഡിറ്റർമിനൻ്റ് AB ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിറ്റർമിനൻ്റ് AB ചെയ്യുക. A × B ചെയ്യുമ്പോൾ നമുക്ക് 29 30 33 67 68 72 105 106 117 ഒക്കെ കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്ക് റോ
റിഡക്ഷൻ ഫോർമുല വെച്ചിട്ട് ചെയ്താൽ കിട്ടും. ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് -228 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ളതല്ല. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി? ഇവയൊന്നുമല്ല എന്ന് ആൻസർ കിട്ടി. ഓക്കെ, 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെട്രിക്സ് A is equal to 1 A plus B plus C B minus C 7 2 2 0 C 3. ഒരു സമമിത മെട്രിക്സ് ആണ് എങ്കിൽ എയുടെ വില എന്നറിയാം. സമമിത മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? A is equal to A ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് എന്ത് ചെയ്ത് നോക്കാം. മെട്രിക്സ് A എഴുതി, അതിൻ്റെ ട്രാൻസ്പോസ് എഴുതി. ഇത് രണ്ടും ഈക്വൽ ആണ്, കാരണം ഇതൊരു സമമിത മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? A plus B plus C എന്ന് പറയുന്നത് 7 എന്നും B minus C എന്ന് പറയുന്നത് 0 എന്നും C എന്ന് പറയുന്നത് 2 എന്നും കിട്ടി. ഓക്കെ, ഇതിൽ നിന്ന് C is equal to 2 ആയതുകൊണ്ട് നമുക്ക് B is equal to 2 എന്ന് കിട്ടും. സിയും ബിയും കിട്ടിയതുകൊണ്ട് നമുക്ക് A is equal to എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ. A of theta എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണെന്നുണ്ട്. അതായത് cos theta minus sin theta sin theta cos theta ആണെങ്കിൽ A raised to 12 pi/6 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇങ്ങനൊരു മെട്രിക്സ് ആണെങ്കിൽ A raised to n എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? cos n theta. അപ്പോൾ A raised to 12 എന്ന് പറയുമ്പോൾ cos 12 theta ആണ് വരിക. തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കണം? pi/6. അതുപോലെ എല്ലാത്തിലും തീറ്റയുടെ സ്ഥാനത്ത് 12 theta വരും. അതിനുശേഷം തീറ്റയ്ക്ക് പകരം എന്ത് കൊടുത്താൽ മതി? pi/6 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം. A raised to 12 pi/6 എന്ന് പറയുമ്പോൾ എന്ത് വരും? n തീറ്റയ്ക്ക് പകരം 12 theta, അതിനുശേഷം തീറ്റയ്ക്ക് പകരം pi/6 കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? cos 12 into pi/6 minus sin 12 into pi/6 sin 12 into pi/6 cos 12 into pi/6 എന്ന് കിട്ടും. ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി നമുക്ക് എന്ത് കിട്ടും? cos 2π minus sin 2π sin 2π cos 2π എന്ന് കിട്ടും. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇത് രണ്ടും 0 ആണ്, ഇത് രണ്ടും 1 ആണ്. അപ്പം നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏത് വരും? ബി. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ. A is equal to മെട്രിക്സ് ABCD ഒരു ലംബിക മെട്രിക്സ്, അതായത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ എയുടെ സാധ്യമായ മൂല്യം ഏത്? ഓക്കെ, ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആകണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താ? A into A transpose is equal to I. അപ്പോൾ അത് വെച്ച് തന്നെ ചെയ്യാം. A എഴുതി, A ട്രാൻസ്പോസ് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ഒരു 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ എഴുതി. ഇത് ചെയ്യുമ്പോൾ എന്താ? A² + B² എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ AC + BD എന്ന് പറയുന്നത് 0. അതുപോലെ തന്നെ C² + D² എന്ന് പറയുന്നതും 1 ആയിട്ട് കിട്ടും. ഇനി A² + B² 1 ആകണം. നമുക്കറിയാം A² B² ≥ 0 ആണ്. ഓക്കെ, എക്ക് സാധ്യമായ മൂല്യമല്ലേ. അപ്പോൾ A 8 ആണെന്ന് വിചാരിക്കുക. A 8 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 8² ആയിരിക്കും. 8² ആകുമ്പോൾ B ഒന്നില്ലെങ്കിൽ മാക്സിമം ഏറ്റവും ചെറിയ വാല്യൂ ബിക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? 0. അപ്പോൾ 8² എന്തായാലും എന്തല്ല? 1 അല്ല. അതുപോലെ 4 ഇട്ട് കൊടുക്കാൻ പറ്റില്ല, 2 ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സാധ്യമായ വാല്യൂ എന്ത് മാത്രമേ ഉള്ളൂ? 1/√2. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂൾ എടുക്കാം. ഓക്കെ, താങ്ക് യു.